അസ്സലാമു കണ്ണൂർ ഗ്രാൻഡ്മാ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കൽമാസാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കണ്ണൂരിലെ ഒരു സ്പെഷ്യൽ തട്ടുകടയിലൊക്കെ ഒരു സ്പെഷ്യൽ സ്നാക്സാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം കൽമാസിന് ആവശ്യമായ മസാല റെഡിയാക്കുക. അതിനുവേണ്ടി ഞാൻ 2 ഉള്ളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. കറിവേപ്പില, വെളിച്ചെണ്ണ, പച്ചമുളക് 2 പച്ചമുളക് ചെറുതായി മുറിച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് മസാല റെഡിയാക്കാം. സ്റ്റൗ ആണ് ഇത്. കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മുറിച്ച് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് അധികം ഇടാം, അതിൽ കുറക്കണമെങ്കിൽ കുറക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കറിവേപ്പിലയും ചേർത്ത് അടച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം. മസാല റെഡിയാകുമ്പോഴേക്ക് നമുക്ക് അരി റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് പച്ചരി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി കഴുകി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ, 10 അരിപ്പൊടിയാണ്, അത് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഉപ്പ് ആവശ്യത്തിന്, പെരിഞ്ജീരകം, ജീരകം, പിന്നെ ഇത് കൽമാസ് മുക്കിപ്പൊരിക്കാനുള്ള വേണ്ടി ആവശ്യത്തിന് മുളക്. പിന്നെ ഇത് അരി അരച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്ത്, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം, 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരച്ചെടുത്തിട്ട് വരും. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മസാല റെഡിയായി. ഞാനൊരു സ്റ്റൗ ഓഫ് ചെയ്യാം. അരി അരച്ചെടുത്തിട്ടുണ്ട്. അരി നല്ലപോലെ മുതിയേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ തരിതരിപ്പോട് കൂടി അരച്ചെടുത്താൽ മതി. ഇത് ഈ ബൗളിലേക്ക് മാറ്റാം. 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് കുഴച്ച് നോക്കാം. ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ചെറിയ കുതിർത്താണ്ട് നിങ്ങൾക്ക് പത്തിരിപ്പൊടി കൊണ്ടും ഇതുപോലെ ഉണ്ടാക്കാം. പക്ഷെ പത്തിരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ തേങ്ങയും ജീരകവും പിന്നെ കറിവേപ്പിലെല്ലാം കൂടിയിട്ട് അരച്ചെടുത്താൽ മതി. അരച്ചെടുത്തിട്ട് ഇതിലെ അരിപ്പൊടിയിലേക്ക് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്ത് ഫില്ല് ചെയ്തിട്ടെടുക്കാം. കയ്യിലിട്ടിട്ടൊന്ന് പരത്തിയെടുക്കാം. അതുപോലെ കുഴിച്ച് പിടിച്ചിട്ട് ഇതിലേക്ക് മസാല ഫില്ല് ചെയ്യാം. അതുപോലെ നമ്മൾ കായ അടക്കലാക്കുന്ന പോലെ ആ ഒരു ഷേപ്പിലാണ് കൽമാസ് റെഡിയാക്കേണ്ടത്. കൂടുതൽ മാവെടുക്കറ്, ഫില്ലിങ് കുറവും അരി കൂടുതലും ആകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. മുഴുവൻ
കൽമാസും ഫില്ല് ചെയ്ത് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഈ അരിപ്പ വെക്കുന്നുണ്ട്. ഞാൻ ഒരു അരിപ്പയാണ് എടുത്തിട്ടുള്ളത് ചോറ് വറുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റീമറോ അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടോ അതെങ്കിലും എടുത്തിട്ട് ഉപയോഗിക്കാം. ഇതിനെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കാം. കൽമാസ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളമൊക്കെ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം. 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിഞ്ച് മഞ്ഞൾപ്പൊടി, ഉള്ളി ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് കലക്കിയെടുക്കാം. ഈ ഒരു കട്ടിയിൽ മുളക് കലക്കിയെടുക്കുക. ഇതിലിങ്ങനെ മുക്കിയെടുക്കുക. ഈ മുളക് വെള്ളത്തിൽ ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇടുക. ഈ കുറച്ചൊക്കെ ഇതും വേവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒന്ന് പൊരിഞ്ഞ് കിട്ടിയല്ലേ വേണ്ടു. അപ്പോൾ ചെറിയ തീയിൽ നമുക്കിത് പൊരിച്ചെടുക്കാം. നമ്മൾ കല്ലുമ്മക്കായ്ക്ക് എങ്ങനെയാണോ മുക്കി പൊരിക്കുന്നത് അതുപോലെയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. നിങ്ങൾക്കിതിൽ ചിക്കനോ അല്ലെങ്കിൽ ബീഫ് മസാലയോ അല്ലെങ്കിൽ ചെമ്മീൻ മസാലയോ എന്ത് വേണ്ടിക്കലും നിറച്ചിട്ട് ഉണ്ടാക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വെറൈറ്റി കടിയായിട്ട് ഈ കൽമാസ് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. മറിച്ചിടാം. കൽമാസ് ആയിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മതി. നന്ന കരിഞ്ഞു വരിയൊന്നും വേണ്ട. നന്ന കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, വരം വെച്ച് പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ എടുക്കുക. നമ്മുടെ കൽമാസ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.